ചേച്ചിയാ. ഹലോ. ആ മോളെ, നീ ഹോസ്പിറ്റലിലല്ലേ? ആ അതെ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ബോധം വീണിട്ടില്ല, ഒന്നും പറയാറായിട്ടില്ല. എന്താ മോളെ ശരിക്കും സംഭവിച്ചേ? ചേച്ചി, കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. അയ്യോ സോറി മോളെ. ഒരു മിനിറ്റ്. മുരളേട്ടാ. ആരാ? ഹലോ മുരളേട്ടാ, ഞാനാ. എന്താ കാര്യം? ശാരികയെ വിളിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നീ എന്തിനാ അവളെ വിളിച്ചത്? ഞാൻ മുരളേട്ടനെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ഇല്ല, അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ. എന്റെ ഗൗരി, ഞാൻ തിരിച്ചു വിളിക്കില്ലേ? നീ ഫോൺ വെച്ചേ. മുരളേട്ട, ദേവിക എവിടെ? അവള് ചന്ദ്രോത്ത് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈശ്വര, ഇനി ഗൗരി, ഞാൻ കോള് കെട്ടിയാണേ. മുരളേട്ട, അമ്മ ചന്ദ്രോത്ത് പോണെന്ന് പറഞ്ഞ് നിൽക്കുവാ. വേണ്ട വേണ്ട, ഞാൻ ഫോൺ കൊടുക്കാം. മുരളേട്ടനാ. ഹലോ അമ്മേ, അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ഞാൻ വന്നിട്ട് എവിടെയാണെങ്കിലും പോയാൽ മതി. അല്ലടാ, അവിടെ പ്രഭകുഞ്ഞിന്റെ കാര്യം. ദേ, അമ്മ ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കണ്ട. ഫോൺ വെച്ചേ. കട്ടായി. അവിടെ ചന്ദ്രോത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അമ്മ. ഇനിയിപ്പോ പോലീസ് വന്ന് നന്ദനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ? ഒരടി കൊടുത്താ ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ? അതല്ലമ്മേ, അവിടെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മുരളേട്ടൻ വരുമ്പോ അറിയാം കാര്യങ്ങൾ എന്താണെന്നൊക്കെ. ഇനി എന്തൊക്കെ സംഭവിക്കാവോ? മോളെ, നന്ദന്റെ കാര്യം വലിയ കഷ്ടായല്ലോ. എനിക്കിപ്പോ നന്ദനോട് ദേഷ്യമാണോ, സഹതാപാണോ, സങ്കടാണോ, എന്താ തോന്നുന്നെന്ന് എനിക്കറിയില്ല ആന്റി. നന്ദു കാണിച്ചു കൂട്ടിയതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. ഇസബെല്ലയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ അടുപ്പം പോലും ഒരു കൊലപാതകയാണെന്ന് കുറ്റബോധം മറയ്ക്കാനായിരിക്കണം. നന്ദുവിന്റെ മാനസികമായ പ്രശ്നങ്ങളിലൊക്കെ കെവിൻ താങ്ങും തണലുമായി കൂടെ നിന്നത് നന്നായിന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നേ. എന്നോട് അകൽച്ച കാണിച്ചതും മദ്യവെച്ച് പ്രശ്നം ഉണ്ടാക്കിയതും ഋഷിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞതും എല്ലാം ഒരു കൊലപാതകയാണെന്നുള്ള പേടി കൊണ്ടാവണം. നന്ദനെ ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും മോളെ? ഞാനിപ്പോ നന്ദുവിന്റെ ഭാര്യ മാത്രല്ല, ഈ നാടിന്റെ MLA കൂടിയാ. അറിയാതെ തെറ്റ് ചെയ്തു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പെട്ടുപോയി. അതൊന്നും ന്യായീകരണങ്ങളല്ല. അങ്ങനെയുള്ള രക്ഷപ്പെടലുകൾക്ക് കൂട്ടു നിൽക്കാനും പറ്റില്ല. എന്റെ ഭർത്താവാണെന്നുള്ളത് എന്റെ മാത്രം കാര്യ. വ്യക്തിപരമായി നന്ദു എല്ലാരെയും പോലെ ഒരാളല്ലേ ആന്റി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുറ്റം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അതിനുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. ഇനി ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാ തീരുമാനം? പ്രത്യേകിച്ച് എന്ത് തീരുമാനം ആന്റി? തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. MLAയുടെ ഭർത്താവായാലും MLA ആയാലും അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിലേക്കുള്ള തീരുമാനങ്ങളിലേക്കാ ഞാനിനി പോകുന്നേ. ഒരുപാട് കുരുക്കുകൾക്ക് നടുവിലാ ഈ കേസ്. ചുരുളുകൾ അഴിഞ്ഞഴിഞ്ഞു വരുമ്പോഴേ പിന്നിലുള്ള മുഴുവൻ പേരുടെയും ചിത്രങ്ങൾ കിട്ടും. നന്ദൻ കൊലപാതകയാണെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോ കേരളം മുഴുവൻ കോളിളക്കം ഉണ്ടാകും. MLAയുടെ ഭർത്താവ്, മോൾക്കെതിരെയും ആരോപണങ്ങൾ വരും. വരട്ടെ ആന്റി, ഞാനിപ്പോ പ്രതിസന്ധികളൊക്കെ വെല്ലുവിളികളായിട്ടാ കാണുന്നേ.
പണ്ടത്തെ പോലെ പേടിച്ചു നിൽക്കില്ല. പിന്നെ രാജിവെച്ച് പോവാനും പോകുന്നില്ല. മുഖ്യമന്ത്രി എന്നെ മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ, അല്ലാതെ പേടിച്ച് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. സത്യം പറഞ്ഞ എപ്പോഴാ എനിക്ക് സന്തോഷമായത്. നീ എങ്ങനെ പിടിച്ചു നിൽക്കുക എന്നതിലായിരുന്നു എന്റെ പേടി. എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നത്തെ ധൈര്യത്തോടെ നേരിടാൻ പാകപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഉപദേശിക്കാനൊന്നുമില്ല. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോ. കെവിനെ, ശരിക്കും നമ്മള് മണ്ടത്തരമല്ലേ കാണിച്ചേ? നന്ദനെ അവന്റെ വീട്ടിലേക്ക് വിടണ്ടായിരുന്നു. അല്ല, അതെന്താ? ദേവിയയ്ക്ക് നന്ദനോട് ഇപ്പൊ നല്ല പകയുള്ള ടൈമല്ലേ? സ്വന്തം അച്ഛനെ തല്ലിയതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയല്ലേ? ഈ സമയത്ത് നന്ദനെയും കൂട്ടി നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവായിരുന്നു. അതുകൂടി അറിഞ്ഞ ദേവിക സമ്പൂർണമായിട്ട് അടിയറവ് പറഞ്ഞേനെ. നീ അവനെന്ന് വിളിച്ചേ, നമുക്ക് ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ ഒരു യാത്ര പോവാം. വിളിക്ക്. ഞാനിപ്പോ അവനെ വിളിച്ചതേ ഉള്ളൂ. ആഹാ, എന്നിട്ട് എന്തു പറഞ്ഞു? പറയാൻ അവൻ ഫോൺ എടുക്കണ്ടേ? 2 പ്രാവശ്യം ഫുൾ റിങ് ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ചന്ദ്രോത്തേക്ക് ചെന്ന് ഒരു സീൻ ഉണ്ടാക്കാം. വല്ല അത് വേണോ? അതിനെന്താടാ കുഴപ്പം? നന്ദന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ അവനോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയല്ലേ? ഒരു സപ്പോർട്ടിന് നമ്മൾ അങ്ങോട്ട് പോയാ അതൊരു സീനാവില്ലേ? അവിടെ ഒന്ന് ഇളക്കി മറിച്ച് അവനെയും പൊക്കിക്കൊണ്ട് നമുക്കൊരു ട്രിപ്പിന് പോവാം. പ്രശ്നത്തിനു മേൽ പ്രശ്നമാവും ബെല്ല. ഒരു കാര്യം ചെയ്യാം, കുരുവിളെ വിളിച്ച് അഭിപ്രായം ചോദിക്കാം. പാപ്പൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാം. ഇതിന്റെ ഇടയിൽപ്പെട്ട് എനിക്ക് എന്റെ ശാരിക കിട്ടാതാവൂ. ഗിരീഷേട്ടാ, ദേവികയെ കാണുന്നില്ലല്ലോ. ഒന്ന് വിളിക്കണോ? എന്തെങ്കിലും തർക്കമോ ബഹളമായി കൂടുതൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ? വരട്ടെ, കുറച്ച് സമയം കൂടെ നോക്കാം. എന്നിട്ടും വരുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. ദേവിക, ദേവിക എന്തായി? നന്ദനെ കണ്ടോ? സംസാരിച്ചോ? കണ്ടു, സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ നന്ദ മനഃപൂർവ്വം ചെയ്തതല്ലാന്ന്, അറിയാതെ സംഭവിച്ചു പോയതാന്ന്. അതെ, ഞാൻ തെറ്റിദ്ധരിച്ചതാ. ദേവിക എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ചന്ദ്രത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? മാഡം സാറൊക്കെ ഉണ്ടായിരുന്നു? ആ, എല്ലാരും ഉണ്ടായിരുന്നു. ദേവിക ചെന്നപ്പോ ആന്റിക്ക് സന്തോഷമായോ? ആ, സന്തോഷായി. ഇതെന്താ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്നത്? കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറ. ഞങ്ങളിവിടെ ദേവിയെ തിരിച്ചു വരാൻ വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഗിരീഷേട്ടാ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അച്ഛന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഡോക്ടർ വിളിച്ചായിരുന്നോ? കുറച്ച് ബ്ലഡ് കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെറ്ററായി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഗൗരി വിളിച്ചിരുന്നു. മുരളിയേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ, ബ്ലഡ് കൊടുത്ത് ക്ഷീണം ഉണ്ടാവുമല്ലോ, റെസ്റ്റ് എടുത്തോ. എന്ത് ക്ഷീണം? അതൊന്നും സാരമില്ല. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വീട്ടിൽ പോവാനോ? ഏയ്, അതൊന്നും വേണ്ട. അല്ല, ഞാനിവിടെ ഉണ്ടല്ലോ. ഗിരീഷേട്ടനും വീട്ടിൽ പോയിട്ട് വന്നാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ചെല്ലു മുരളിയേട്ടാ. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇപ്പൊ പോകുന്നില്ല.
വീട്ടില് ഗൗരി ആന്റിയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കാവോ? ചെല്ലു മുരളേട്ടാ. എങ്കിൽ ശരി, ഞാൻ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ വിളിക്കാം, കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സത്യം പറ, ചന്ദ്രത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? നീ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല ഗിരീഷേട്ടാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എനിക്കെന്ത് പേടി തോന്നുന്നു. നീ ദേവികയെ ഒന്ന് വിളിച്ചേ. അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാ ചേച്ചി പോയത്. പക്ഷെ നന്ദേട്ടനോടുള്ള പ്രേമം അണപൊട്ടി ഒഴുകി പോയ പോലെ തിരിച്ചു വരുമെന്നാ എന്റെ പേടി. മാധവേട്ടൻ ഈ അവസ്ഥയിൽ ഇതിനകത്ത് കിടക്കുമ്പോ ദേവിക വഴക്കുണ്ടാക്കി അടുത്ത പ്രശ്നം ഉണ്ടാക്കട്ടെ എന്നാണോ നീ പറയുന്നേ? നീ അവളെ ഒന്ന് വിളിച്ചേ. ഞാൻ മുമ്പ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലമ്മേ. ഈശ്വര, അപ്പ എന്തോ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഗിരീഷേ, ദേവിക പോയിട്ട് ഒരു വിവരമില്ല. ചന്ദ്രത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ദേവിക തിരിച്ചു വന്നല്ലോ. എവിടെ, എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കും. ചേച്ചി എന്താ പറഞ്ഞ? അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ചന്ദ്രത്ത് പോയിട്ട് ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ശാരിക. ഓ, ഗിരീഷ് ഏട്ടനോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. രാധികച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് യൂണിയൻ പ്രസിഡന്റിനെ ഒന്ന് കാണണം. സമ്മേളനത്തിന് പിരിച്ച കാശ് ഏൽപ്പിക്കാനാ. അത് കഴിഞ്ഞ് ചന്ദ്രത്തൊന്ന് പോണം. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി, പോയിട്ട് വാ. ശരിക, ഞാൻ ഇറങ്ങുവാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ. ആ, ശരി ശരി. ഞാൻ ചേച്ചി എവിടാന്ന് നോക്കിയിട്ട് വരാം. നീ എവിടെ നിക്ക്, അവൾ ഇങ്ങോട്ട് വരില്ലേ? എനിക്ക് ഒരു സമാധാനവും ഇല്ല. ടെൻഷൻ ആവണ്ടമ്മേ. ചേച്ചി വരട്ടെ, ഞാനൊന്ന് കാണട്ടെ. എന്താടാ? ഒന്നുമില്ല. എന്താ എടാ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതോ ഭാവനയിൽ എന്തെങ്കിലും പറഞ്ഞാണോ? ഒരാളെ കൊന്നെന്ന് ആരെങ്കിലും കള്ളം പറയോ? അച്ഛാ, ഞാനത് ചെയ്തു. അല്ല, ചെയ്തു പോയതാ. ദേവിയോട് ഞാൻ മാപ്പ് ചോദിച്ചു, അച്ഛനോടും. എന്നോട് പൊറുക്കണം. മോനെ, ഒക്കെ കൈവിട്ടു പോയി.
എനിക്കാരെ കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ വലിയൊരു പാവിയാ. അച്ഛനും അമ്മയ്ക്കും ദേവിക്കും ഒന്നും ഇനി എന്നോട് പഴയതുപോലെ ആവാൻ പറ്റില്ല. എന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. കരയില്ല ഇങ്ങനെ. അച്ഛ എന്നോട് ക്ഷമിക്കണേ അച്ഛ. നന്ദ, നീ ഒരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജീവൻ എടുത്തിരിക്കുന്നു. സംഭവിച്ചു പോയിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജീവൻ എടുത്തതിന് ന്യായീകരണമില്ല. അറിയാച്ച, ദേവി ഋഷിയുടെ കാര്യത്തെ ആകെ പേടിച്ച് നിൽക്കുക. അച്ഛ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റമേറ്റോളാം. എല്ലാം തുറന്നു പറയാം. അതോടെ നിങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുമല്ലോ. ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ പറയുന്നതാണോ നീ വിചാരിക്കുന്നത്? ഈ നടന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണം. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി എന്തറിയാനാച്ച? ഞാനാ ഋഷിയെ കൊന്ന്. ഞാനല്ലേ പറയുന്നേ. എടാ, നീ ഒന്ന് സമാധാനിക്ക്. തൽക്കാലം ഞാൻ പറയുന്നോ നീ ഒന്ന് കേൾക്കണം. നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യ്. അടുത്ത എന്താന്ന് ആലോചിച്ചിട്ട് പറയാം. ഇല്ല, ഇനി എനിക്ക് പറ്റില്ല അച്ഛാ. എത്ര ഒളിപ്പിച്ചു വെച്ചാലും ജീവിതകാലം മുഴുവൻ ഒരു കൊലപാതകയായി എനിക്ക് മറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇല്ല, അതിന് ഞാനും സമ്മതിക്കില്ല. പക്ഷെ എല്ലാം ഒന്ന് കൃത്യമായി അറിയട്ടെ. അച്ഛാ, ദേവിയുടെ അച്ഛൻ എങ്ങനുണ്ട്? ദേവിയുടെ അച്ഛൻ എങ്ങനുണ്ട്? മാധവന് കുഴപ്പമൊന്നുമില്ല. നീ സമാധാനമായിട്ടിരിക്കും. അച്ഛാ, ദേവി എന്തെങ്കിലും പറഞ്ഞോ? അവളിനി ഡിവോഴ്സ് കേസ് കൊടുക്കോ? അത് അവൾക്കേ അറിയൂ. നന്ദ, ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്. ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് റൂമിൽ പോയിരിക്കും. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കുമ്പം വന്നാ മതി. പറഞ്ഞത് മനസ്സിലായോ? ചെല്ല് ചെല്ല്, വാ കേറ്. ഇതെന്താ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ ചേച്ചി പോയിട്ട്? ആളിനെ കണ്ടോ? കുറ്റം സമ്മതിച്ചോ? അതോ ഒഴിഞ്ഞു മാറിയോ? ചേച്ചി എന്താ? അത് ശരി, ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളെ കണ്ടോന്ന്? കണ്ടു. എന്നിട്ട് ചേച്ചി പോലീസിനെ അറിയിച്ചില്ലേ? അറിയിച്ചില്ല. പക്ഷെ ഉടൻ തന്നെ പലതും പോലീസിൽ പറയേണ്ടി വരും. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ആ, എനിക്ക് മനസ്സിലായി. അയാളും ആ പ്രഭാവതിയും കൂടി ചേച്ചിയെ മയക്കി എടുത്തിട്ടുണ്ടാവും. കരഞ്ഞോ അതോ കാല് പിടിച്ചോ? ചേച്ചിയുടെ മനസ്സലിഞ്ഞു അല്ലേ? ശരി, ചേച്ചി മാപ്പ് കൊടുത്തോ? പക്ഷെ എനിക്ക് എന്റെ അച്ഛന്റെ ചോരയ്ക്ക് പകരം ചോദിച്ചേ പറ്റൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നന്ദു കാരണം തന്നെയാ അച്ഛൻ ആശുപത്രിയിലായത്. പക്ഷെ നന്ദു അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അതൊന്നും ചെയ്തത്. ആ, ബെസ്റ്റ്, അടിപൊളി. സംശയിച്ചത് തന്നെ നടന്നു. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്നെ തടഞ്ഞ് ഒക്കെ ചേച്ചി തന്നെ ചോദിച്ച് കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് പറയുന്നു നടന്നതൊന്നും അങ്ങേര് അറിഞ്ഞോണ്ടായിരുന്നില്ല എന്ന്. കൊള്ളാം, നന്നായി. അടിമ മനോഭാവം ചേച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്.